മത്സ്യത്തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട പൊന്നാനി ബ്ലോക്ക് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിവേദനം നൽകി. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്കാണ് നിവേദനം നൽകിയത്. ഡീസൽ സബ്സിഡി തുക നിർത്തലാക്കിയതിലും ക്ഷേമനിധി തുക വർദ്ധിപ്പിച്ചതിലും മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് 3 വർഷമായി നൽകാത്തതിലും പുനർഗേഹം പദ്ധതി പ്രകാരം പകുതി പൂർത്തീകരിച്ച വീടുകൾക്ക് ബാക്കി സർക്കാർ ഫണ്ട് അനുവദിച്ച് നൽകാത്തതിലും പ്രതിഷേധിച്ചാണ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിവേദനം നൽകിയത്. 18 വർഷം പഴക്കമുള്ള ഇരുമ്പ് ബോട്ടുകൾക്കും 15 വർഷം പഴക്കമുള്ള മരത്തിലുള്ള ബോട്ടുകൾക്കും ലൈസൻസ് പുതുക്കി നൽകാതെ ഭീമമായ തുക പിഴ ചുമത്തുന്ന ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നും കപ്പൽച്ചാലുകൾ തെറ്റിച്ചു വരുന്ന കപ്പലുകൾ മത്സ്യത്തൊഴിലാളികൾക്കും ബോട്ടുകൾക്കും അപകടങ്ങൾ വരുത്തുന്നത് പലതവണ പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദം അവസാനിപ്പിക്കണമെന്നും ഡെപ്യൂട്ടി ഡയറക്ടറോട് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഈ 13 വർഷം പഴക്കമുള്ള ചെറിയ ബോട്ടുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകാതിരിക്കുകയും മാത്രമല്ല 3 വർഷം അധികമായിട്ട് കൊടുക്കുമ്പോൾ തന്നെ അവർ നിബന്ധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പോണ തൊഴിലാളികൾക്ക് ഫിഷറീസിൽ പിന്നെ ക്ഷേമനിധി അംഗത്വം വേണം. അംഗത്വമുള്ളവർക്ക് മാത്രമേ അതിൽ പോകാൻ കഴിയുകയുള്ളൂ. അതുപോലെ 18 വർഷം കഴിഞ്ഞാൽ ഉള്ള ഇരുബോട്ടിനും സ്ഥിതി അതന്നെയാണ്. അല്ലാത്ത ക്ഷേമനിധി അംഗത്തില്ലാത്ത ആളുകൾ വോട്ടിൽ പോയി കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപ വരെ ഫൈൻ അടക്കേണ്ടി വരുമെന്നും ഈ കാടൻ നിയമങ്ങൾ എടുത്തു കളെന്ന് ആവശ്യപ്പെട്ടാണോ മെയിനായിട്ടൊന്ന് വന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 സംസ്ഥാന തൊഴിലാളികളാണ് ഈ ബോട്ടുകളിൽ പോയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 13 വർഷം കഴിഞ്ഞാൽ മറ്റുള്ള ബോട്ടുകളിൽ നാട്ടുകാർ മാത്രമായിട്ട് ബോട്ടിൽ ഈ തൊഴിലാളി ക്ഷാമം ഉണ്ടാകും. അങ്ങനെ ഒരിക്കലും അപ്രയോഗമല്ല. രണ്ടാമത്തെ കഴിഞ്ഞാൽ നാളേറെയായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് നടന്ന സംഭവം, ഈ ബോട്ടിനെ കപ്പലിടിച്ചിട്ട് അതിൽ 2 ആളുകൾ മരിച്ചു, ബോട്ട് നശിച്ചു. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പൽച്ചാരി വിട്ട് കരയിലൂടെ സഞ്ചാരം സഞ്ചരിക്കാൻ ഉപയോഗിക്കാനുള്ള പേരിലാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെതിരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ജാഗ്രത നടപടി ഉണ്ടാവണം. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എച്ച് കബീർ, എം മൊയ്തീൻ, പി സക്കീർ, എസ് മുസ്തഫ, അർഫാത്ത് പുതുപൊന്നാനി, സാദിഖ് അഴീക്കൽ, കെ അത്തീഖ, സക്രിയ എന്നിവർ നേതൃത്വം നൽകി. NCV ന്യൂസ് പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.